ശാശ്വതമായ സമാധാനം കളയുന്നവനാണോ ബുദ്ധിമാൻ? നമ്മുടെ ബന്ധങ്ങളെ പോലും പണം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകളിൽ ഭൂരിഭാഗവും പണവുമായി ബന്ധപ്പെട്ടതാകും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ്. ഇത് മനസ്സിനെക്കുറിച്ചുള്ളതാണ്. പണം എന്നത് വെറുമൊരു പേപ്പറോ ഡിജിറ്റൽ നമ്പറോ അല്ല. അതൊരു എനർജിയാണ്. നമ്മുടെ വികാരങ്ങളും ഭയവും സ്വപ്നങ്ങളും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു വലിയ എനർജി. രാത്രി ഉറക്കം വരാതെ സീലിംഗിലേക്ക് നോക്കി കിടന്നിട്ടുണ്ടോ? അക്കൗണ്ടിൽ പൈസയുണ്ടോ എന്ന ഭയത്താലല്ല, മറിച്ച് എത്ര സമ്പാദിച്ചിട്ടും ഒന്നും ബാക്കിയാവുന്നില്ലല്ലോ എന്നൊരു വല്ലാത്ത വേദനയോടെ. സാലറി ക്രെഡിറ്റഡ് എന്ന മെസ്സേജ് ഫോണിൽ വരുമ്പോഴുള്ള ആശ്വാസം അടുത്ത ദിവസം കഴിയുമ്പോഴേക്കും ഒരു ഭാരമായി മാറുന്ന അവസ്ഥ. എത്ര ഓടിയാലും എവിടെയും എത്തുന്നില്ല എന്നൊരു തോന്നൽ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിങ്ങൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. നമ്മൾ ഇന്ന് തേടുന്നത് ഒരു പരിഹാരമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും ചിന്തകനുമായ ചാണക്യൻ പണത്തെക്കുറിച്ചും സമ്പത്തെക്കുറിച്ചും പറഞ്ഞു തന്ന ചില പാഠങ്ങളുണ്ട്. മനുഷ്യന്റെ മനഃശാസ്ത്രം ഇത്രയധികം ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു ഗുരു ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ കേവലം രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. സ്വന്തം ജീവിതം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ സാധാരണക്കാരനും വേണ്ടിയുള്ളതായിരുന്നു. തലമുറകൾക്ക് കൈമാറാൻ സാധിക്കുന്ന സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നത് അദ്ദേഹം വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. പക്ഷേ ചാണക്യൻ്റെ ഈ തത്വശാസ്ത്രത്തിലേക്ക് കടക്കും മുൻപ് നമ്മളൊരു കാര്യം സമ്മതിക്കണം: പണത്തോടുള്ള നമ്മുടെ മനോഭാവം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ പണം കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരുമെന്നാണ്. ശരിയല്ലേ? ശമ്പളം കൂടിയാൽ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ചാൽ ജീവിതം സെറ്റായി എന്ന് നമ്മൾ കരുതും. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറിച്ചാണ്. കൂടുതൽ പണം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള മനക്കരുത്ത് കൂടിയില്ലെങ്കിൽ ആ പണം നമ്മളെ നശിപ്പിക്കും. ചാണക്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഇതിനെ വിളിക്കുന്നത് ഇന്ദ്രിയ ജയം എന്നാണ്. അതായത് സ്വന്തം പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാൻ കഴിയാത്തവന് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും അത് നിലനിർത്താൻ കഴിയില്ല. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണാം, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ പോലും മാസാവസാനം കടം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. അതേസമയം വളരെ കുറഞ്ഞ വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ വലിയൊരു സാമ്രാജ്യം പതുക്കെ പതുക്കെ കെട്ടിപ്പടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണിതിൽ മാറ്റം വരുത്തുന്നത്? അതവരുടെ മൈൻഡ് സെറ്റാണ്. ചാണക്യൻ പറയുന്നു, സമ്പത്ത് എന്നത് ഒഴുകുന്ന നദി പോലെയാണ്. അതിന് തടയണ കെട്ടേണ്ടത് നമ്മുടെ വിവേകം കൊണ്ടാണ്. ഇവിടെയാണ് മൈൻഡ് ഓവർ മണി എന്ന ആശയം കടന്നു വരുന്നത്. പണം ചെലവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വില കൂടിയ വസ്ത്രം വാങ്ങുമ്പോൾ തലച്ചോറിൽ ഡോപ്പാമീൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ നിമിഷം നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ സാധനമാണ് വാങ്ങിയതെന്നാണ്. എന്നാൽ സത്യത്തിൽ നമ്മൾ വാങ്ങിയത് ആ സാധനമല്ല, ആ നിമിഷത്തെ സന്തോഷമാണ്. സുഹൃത്തുക്കൾക്കിടയിൽ അകലം വരുന്നത് പണമിടപാടുകൾ കാരണമാകും. നിങ്ങൾക്ക് പണത്തിൻ്റെ പേരിൽ അകലം വന്ന സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യൂ. സമ്പത്ത് എന്നത് ബന്ധങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരു പശയാകണം, അല്ലാതെ വിള്ളൽ വീഴ്ത്താനുള്ള ഉളിയാവരുത്. നമ്മൾ പലപ്പോഴും പണമുണ്ടാക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിനിടയിൽ ആർക്കു വേണ്ടിയാണോ നമ്മൾ ഓടുന്നത് അവരെ തന്നെ മറന്നു പോകുന്നു. മക്കൾക്ക് നല്ലൊരു ഭാവി കൊടുക്കാൻ രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരച്ഛൻ ആ മക്കളോടൊന്ന് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താതിരിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സമ്പത്തിനേക്കാൾ വലിയ ഒന്നാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു: എന്താണ് ശരിക്കും സമ്പത്ത്? ബാങ്ക് ബാലൻസ് ആണോ? അതോ നമ്മളില്ലാതായാലും നമ്മുടെ കുടുംബത്തിന് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമെന്ന ഉറപ്പാണോ? ചാണക്യൻ്റെ ദൃഷ്ടിയിൽ സമ്പത്ത് എന്നത് ഒരു റിസോഴ്സാണ്, അതൊരു ലക്ഷ്യമല്ല. ധർമ്മത്തിലൂടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണത്. എന്നാൽ നമ്മൾ ഇന്ന് പണത്തെ സ്നേഹിക്കുകയും മനുഷ്യരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പണം ചെലവാക്കിയിട്ടുണ്ടോ? അയൽവക്കത്തെ കാറിനേക്കാൾ വലിയ കാർ വാങ്ങാനോ ബന്ധുക്കളുടെ മുന്നിൽ ഷൈൻ ചെയ്യാനോ വേണ്ടി അനാവശ്യമായ കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടോ? ചാണക്യൻ ഇതിനെ വിളിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ചിലവെന്നാണ്.
നാശത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്തയാണ് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ ഏറ്റവും വലിയ കാരണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അപരിചിതരായ ആളുകളുടെ കയ്യടി ആഗ്രഹിക്കുന്നു. ഇത് വലിയൊരു മാനസിക കെണിയാണ്. ഈ കെണിയിൽ വീണുകഴിഞ്ഞാൽ പിന്നെ പുറത്തു കടക്കാൻ പാടാണ്. ആപത്കാലത്തേക്കുള്ള മുൻകരുതലാണ് അടുത്തത്. സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ കുട പിടിക്കാൻ എല്ലാവരുമുണ്ടാകും. എന്നാൽ അത് ചോർന്നു പോകുമ്പോൾ സ്വന്തം നിഴൽ പോലും കൂടെയുണ്ടാകില്ല. ഇതു കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, പക്ഷേ എത്ര സത്യമാണത്. നമ്മൾ സാമ്പത്തികമായി ശക്തരായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്നവർ നമ്മുടെ വ്യക്തിത്വത്തെയാണോ അതോ നമ്മുടെ പോക്കറ്റിനെയാണോ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിവില്ലാത്തതാണ് പലരുടെയും പതനത്തിന് കാരണം. ജനറേഷണൽ വെൽത്ത് അഥവാ തലമുറകൾ കൈമാറുന്ന സമ്പത്ത് ഇത് വെറും സ്ഥലം വാങ്ങിയിടലോ സ്വർണം വാങ്ങി വെക്കലോ അല്ല. മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അറിവാണ്. ഒരു രാജാവ് തന്റെ മകനെ പഠിപ്പിക്കുന്നത് ഖജനാവ് നിറയ്ക്കാനല്ല, മറിച്ച് ഖജനാവ് കാലിയാകാതെ നോക്കാനുള്ള വിദ്യയാണ്. നമ്മൾ നമ്മുടെ മക്കളെ പണത്തിന്റെ വില പഠിപ്പിക്കാറുണ്ടോ? അതോ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് ഒടുവിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അർഹിക്കാതെ വളർത്തുകയാണോ? ഒരു ചെറിയ ഉദാഹരണം പറയാം. പഴയകാലത്തെ കാരണവന്മാർക്ക് പണം സമ്പാദിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവർ കിട്ടുന്ന ഓരോ നാണയവും സൂക്ഷിച്ചു വെച്ചു. അവർക്ക് പണത്തിന്റെ വില അറിയാമായിരുന്നു. എന്നാൽ അവരുടെ മക്കൾ, അതായത് ഒരുപക്ഷെ നമ്മൾ, ആ കഷ്ടപ്പാട് കണ്ടു വളർന്നതുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു. തെറ്റില്ല. പക്ഷെ നമ്മുടെ മക്കൾ, അവർ ജനിച്ചപ്പോഴേക്കും എല്ലാം കയ്യെത്തും ദൂരത്തുണ്ട്. ഇല്ല എന്ന വാക്ക് അവർ കേൾക്കുന്നില്ല. ഇവിടെയാണ് തലമുറകളുടെ സമ്പത്ത് നശിച്ചു തുടങ്ങുന്നത്. അർഹതയില്ലാതെ ലഭിക്കുന്ന സമ്പത്ത് ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണ്. ദാഹം മാറുന്നില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ദാഹമുണ്ടാക്കുകയും ഒടുവിൽ മരണത്തിന് കാരണമാവുകയും ചെയ്യും. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും, നമ്മുടെ പല സാമ്പത്തിക പ്രശ്നങ്ങളുടെയും വേരു കിടക്കുന്നത് നമ്മുടെ ബാല്യകാലത്താണ്. കുട്ടിക്കാലത്ത് പണത്തെക്കുറിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ പണത്തെ കണ്ട രീതി, ഇതെല്ലാം അറിയാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ചിലർക്ക് പണം ഭയമാണ്, ചിലർക്ക് പണം അധികാരമാണ്, മറ്റു ചിലർക്ക് പണം സ്നേഹം വാങ്ങാനുള്ള ഉപാധിയാണ്. പണം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് നിയന്ത്രിക്കേണ്ട ഒന്നാണ്. ഒരു കുതിരയെ മെരുക്കിയെടുക്കുന്നത് പോലെ നമ്മുടെ ചിലവുകളെ, ആഗ്രഹങ്ങളെയും മെരുക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനാദ്യം വേണ്ടത് സ്വയം അറിയുക എന്നതാണ്. എന്തിനാണ് ഞാൻ ഈ പണം ചിലവാക്കുന്നത്? എൻ്റെ ആവശ്യം കൊണ്ടാണോ അതോ എൻ്റെ സങ്കടം മാറ്റാനാണോ അതോ എൻ്റെ അപകർഷതാബോധം മറയ്ക്കാനാണോ? ഈ ചോദ്യം സ്വയം ചോദിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറി മറിയാൻ തുടങ്ങും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോയെന്ന് തോന്നുന്നത് പണമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് പ്രതീക്ഷ കൈവിട്ടു പോകുമ്പോഴാണ്. ഒരു വിത്തിന് മണ്ണിൽ വീണ് മുളയ്ക്കാൻ സമയമെടുക്കും. അതുപോലെയാണ് സമ്പത്തും. ക്ഷമയില്ലാത്തവന് സമ്പന്നനാകാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം ഇൻസ്റ്റന്റ് ആണ്. ഇൻസ്റ്റന്റ് ഫുഡ്, ഇൻസ്റ്റന്റ് മെസ്സേജ്, ഇൻസ്റ്റന്റ് ലോൺ. ഈ വേഗതയിൽ നമ്മൾ മറന്നു പോകുന്നത് കാത്തിരിപ്പിന്റെ മധുരമാണ്. ഓർക്കുക, ഒരു വലിയ മരം ഒറ്റ രാത്രി കൊണ്ട് വളർന്നതല്ല. വർഷങ്ങളോളം മണ്ണിൽ ആഴ്ന്നിറങ്ങിയ വേരുകളാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. ആ വേരുകളാണ് നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ അച്ചടക്കം. അതില്ലെങ്കിൽ ചെറിയൊരു കാറ്റടിക്കുമ്പോഴേക്കും മരം മറിഞ്ഞു വീഴും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്താം എന്നതിനെക്കുറിച്ച്. എന്നാൽ ഇതുമാത്രം പോരല്ലോ. പ്രായോഗികമായി എന്ത് ചെയ്യണം? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ റിസ്ക് എടുക്കണം? വിഷമുള്ള പാമ്പിനെ പോലെ സൂക്ഷിക്കേണ്ട ചില സാമ്പത്തിക ശീലങ്ങൾ ഏതാണ്? 5 സുവർണ നിയമങ്ങൾ. അത് വെറും തിയറികളല്ല, നമ്മുടെ ജീവിതത്തിൽ നാളെ തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന മാറ്റങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകൾ തിരുത്താൻ അത് നമ്മളെ സഹായിക്കും. കാലത്തെ അതിജീവിച്ച ആ 5 തത്വങ്ങൾ. ഇതിൽ ആദ്യത്തേത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര സുഖകരമായി തോന്നിയെന്ന് വരില്ല. പക്ഷേ കൈപ്പുള്ള മരുന്നാണ് രോഗം മാറ്റുക എന്ന് നമുക്കറിയാമല്ലോ. നിങ്ങളുടെ സമ്പത്ത് നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് അല്ല,
മറിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള 5 സുഹൃത്തുക്കളാണ്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അവരുടെ ശീലങ്ങൾ, അവരുടെ ചിന്തകൾ, പണത്തോടുള്ള അവരുടെ മനോഭാവം, ഇതെല്ലാം പതുക്കെ നമ്മളിലേക്കും പകർന്നു കിട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ എപ്പോഴും പുതിയ വണ്ടികളെക്കുറിച്ചും പാർട്ടി നടത്തുന്നതിനെക്കുറിച്ചും കടം വാങ്ങി ആഘോഷിക്കുന്നതിനെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ അറിയാതെ നിങ്ങളും ആ വലയിൽ വീഴും. കാരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. കൂട്ടത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ നമ്മൾ അറിയാതെ അവരെ അനുകരിക്കും. ഇതിനെ ആധുനിക മനഃശാസ്ത്രം സോഷ്യൽ പ്രൂഫ് എന്ന് വിളിക്കുന്നു. ധൂർത്തരായവരുമായുള്ള സൗഹൃദം ഓട്ടവീണ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. മുങ്ങുമെന്നുറപ്പാണ്, എപ്പോഴെന്നെന്ന് മാത്രമാണ് ചോദ്യം. മറിച്ച് സാമ്പത്തിക അച്ചടക്കമുള്ള, ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള സുഹൃത്തുക്കളാണ് കൂടെയുള്ളതെങ്കിലോ ആ സംഭാഷണങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഊർജം വലുതായിരിക്കും. അതുകൊണ്ട് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം സർക്കിൾ ഒന്ന് പരിശോധിക്കുക എന്നതാണ്. രണ്ടാമത്തെ നിയമം വളരെ രഹസ്യമായ ഒന്നാണ്. നിങ്ങളുടെ സമ്പത്തും അടുത്ത നീക്കങ്ങളും ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണിത്. ഒരു ചെറിയ നേട്ടം ഉണ്ടാകുമ്പോഴേക്കും അത് സ്റ്റാറ്റസ് ഇടാനും ആഘോഷിക്കാനും നമ്മൾ വെമ്പൽ കൊള്ളുന്നു. എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ലേ? എന്നാൽ വിരിയും മുൻപേ പൂവിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് വിരിയാൻ അനുവദിക്കാത്തവരുണ്ട് ഈ ലോകത്ത്. ഇതൊരു അന്ധവിശ്വാസമല്ല, സൈക്കോളജിയാണ്. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് കൊട്ടിഘോഷിക്കുമ്പോൾ കേൾക്കുന്നവർ അസൂയ എന്ന വികാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നെഗറ്റീവ് എനർജിയായി മാറും. കൂടാതെ പണമുണ്ടെന്നറിയുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെക്കാൾ നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ചുറ്റും കൂടും. യഥാർത്ഥ സമ്പന്നർ ഒരിക്കലും തങ്ങളുടെ സമ്പത്ത് പുറത്തു കാണിക്കാറില്ല. അവർ ലളിതമായി ജീവിക്കുന്നു, നിശബ്ദമായി വളരുന്നു. ഓർക്കുക, നദിക്ക് ആഴം കൂടുന്തോറും ഒഴുക്കിന്റെ ശബ്ദം കുറയും. ആരവം കുറയുന്നിടത്താണ് ഐശ്വര്യം കുടികൊള്ളുന്നത്. മൂന്നാമത്തെ തത്വം വിത്ത് തിന്നരുത് എന്നതാണ്. പണ്ടുകാലത്തെ കർഷകർക്ക് ഒരു നിയമമുണ്ടായിരുന്നു. എത്ര വലിയ പട്ടിണി വന്നാലും വിത്തിനുള്ള നെല്ല് അവർ തൊടില്ല. കാരണം അത് ഭാവിയാണ്. അത് തിന്നാൽ പിന്നെ കൃഷിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ വിത്ത് എന്നത് നമ്മുടെ സേവിങ്സ് ആണ്, അല്ലെങ്കിൽ ചെറിയ നിക്ഷേപങ്ങളാണ്. ഒരു അത്യാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഡംബരത്തിന് വേണ്ടി നമ്മൾ ആദ്യം കൈവയ്ക്കുന്നത് ഈ നിക്ഷേപത്തിലാണ്. പിന്നെ ഉണ്ടാക്കാം എന്ന മനസ്സിനെ പറഞ്ഞു സമാധാനിപ്പിക്കും. പക്ഷേ ആ കൂട്ടുപലിശയുടെ അത്ഭുതം അതോടെ മുറിഞ്ഞു പോകുന്നു. ഇന്ന് വിശക്കുന്നു എന്ന് കരുതി നാളെ കായ്ക്കാവുന്ന മരം വെട്ടി അടുപ്പിലിടുന്നവൻ വിധിയല്ലേ? സമ്പത്ത് തലമുറകളിലേക്ക് കൈമാറണമെങ്കിൽ വരുന്ന വരുമാനത്തെ 2ആയി തിരിക്കണം. 1 ജീവിക്കാൻ, 2 വളരാൻ. വളരാൻ മാറ്റിവെച്ച പണം അത് നിങ്ങളുടേതല്ല, അത് നിങ്ങളുടെ വരും തലമുറയുടേതാണ് എന്ന ചിന്ത വേണം. ആ പണം നിങ്ങൾക്കായി പണിയെടുക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ പണം വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം. 4ാമത്തെ കാര്യം റിസ്ക് അഥവാ സാഹസം. ഭയമുള്ളവന് വിജയമില്ല. പക്ഷേ കണ്ണും പൂക്കി എടുത്തു ചാടാനല്ല, കണക്കു കൂട്ടിയുള്ള റിസ്ക് എടുക്കാനാണ്. ഒരു കപ്പൽ തുറമുഖത്ത് കിടക്കുമ്പോൾ സുരക്ഷിതമാണ്. പക്ഷേ കപ്പലുണ്ടാക്കിയത് തുറമുഖത്ത് കിടക്കാനല്ല, തിരമാലകളെ മുറിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാനാണ്. പണത്തെ ബാങ്കിൽ വെറുതെ ഇട്ടാൽ അത് സുരക്ഷിതമായിരിക്കും എന്ന് നമ്മൾ കരുതും. പക്ഷേ പണപ്പെരുപ്പം എന്ന ചിതലുകൾ അതിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. അറിവ് നേടി കൃത്യമായ പഠനത്തിലൂടെ പണത്തെ നിക്ഷേപിക്കാൻ തയ്യാറാകണം. നഷ്ടം വരുമോ എന്ന പേടി മാറ്റിവെച്ച് നഷ്ടം വരാതിരിക്കാൻ എന്തു പഠിക്കണം എന്ന് ചിന്തിക്കുക. ഭയത്തെ അറിവുകൊണ്ട് നേരിടുക. 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം, ഇതൊരുപക്ഷെ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം, കൊടുക്കുക. അതെ, സമ്പത്ത് കൂടാൻ അത് പങ്കുവയ്ക്കണം. ഇതിനൊരു ആത്മീയ തലവും മനഃശാസ്ത്രപരമായ തലവുമുണ്ട്. കൈ മുറുക്കി പിടിച്ചാൽ അതിലേക്ക് പുതിയതൊന്നും വരില്ല. കൈ തുറന്നു പിടിക്കുന്നവർക്കേ സ്വീകരിക്കാൻ കഴിയൂ. നമ്മൾ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം സമൂഹത്തിനു വേണ്ടിയോ അർഹതപ്പെട്ടവർക്ക് വേണ്ടിയോ മാറ്റിവെക്കുമ്പോൾ നമ്മൾ പണത്തിന്റെ യജമാനനാകുന്നു. അല്ലെങ്കിൽ പണം നമ്മുടെ യജമാനനാകും. എനിക്ക് പണം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നുള്ള മോചനമാണത്. ആ കൊടുക്കലിൽ ഒരു വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം നൽകുന്ന പോസിറ്റീവ് എനർജി നിങ്ങളെ കൂടുതൽ സമ്പാദിക്കാൻ പ്രേരിപ്പിക്കും. പണം, വീട്, കാർ, സ്വർണം ഇതെല്ലാം തലമുറകൾക്ക് കൈമാറാം.
പക്ഷേ യഥാർത്ഥ ജനറേഷണൽ വെൽത്ത് ഇതൊന്നുമല്ല. അതൊരു സംസ്കാരമാണ്. ഒരച്ഛൻ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനേക്കാൾ പണം എങ്ങനെ ധാർമ്മികമായി ഉപയോഗിക്കാം എന്ന അറിവാണ്. ചിന്തിച്ചു നോക്കൂ, കോടികൾ സമ്പാദിച്ച പലരും മക്കൾ വഴിതെറ്റിപ്പോയതുകൊണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് പണത്തിൻ്റെ വിലയറിയാത്തതുകൊണ്ട് അവസാനം ദുഃഖിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വലിയ വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയ ശേഷം അത് നോക്കി നടത്താൻ പ്രാപ്തിയില്ലാത്ത പിൻഗാമികളെ സൃഷ്ടിച്ചാൽ എന്തു ഫലം? അതുകൊണ്ട് പണത്തോടൊപ്പം മൂല്യങ്ങളും കൈമാറണം. കഷ്ടപ്പാടിൻ്റെ കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പട്ടിണിയുടെ രുചി അറിയാത്തവന് വിഭവസമർത്ഥമായ സദ്യയുടെ രുചി ആസ്വദിക്കാൻ കഴിയില്ല. ജീവിതം ഒരു വലിയ പാഠശാലയാണ്. ഇവിടെ പണം എന്നത് ഒരു സിലബസ് മാത്രം. നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യത്വമാണ്. ചാണക്യൻ്റെ ജീവിതം തന്നെ നോക്കൂ. ഒരു സാമ്രാജ്യം മുഴുവൻ സൃഷ്ടിച്ചിട്ടും അദ്ദേഹം ജീവിച്ചത് ഒരു ചെറിയ കുടിലിലായിരുന്നു. അധികാരമോ പണമോ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭ്രമിപ്പിച്ചില്ല. അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു, ഞാൻ എന്ന ഭാവം ഇല്ലാതാകുന്നിടത്താണ് യഥാർത്ഥ ഐശ്വര്യം തുടങ്ങുന്നതെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നോർത്തു നോക്കൂ. ബാങ്ക് ബാലൻസിനെ കുറിച്ചുള്ള ആദി മാറ്റിവെച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ. നാളെ മുതൽ പണത്തെ സ്നേഹിക്കുന്നതിനു പകരം പണത്തെ ബഹുമാനിക്കാൻ തുടങ്ങൂ. ചിലവുകൾ വരുമ്പോൾ അത് അത്യാവശ്യമാണോ അതോ ആഡംബരമാണോ എന്ന് സ്വയം ചോദിക്കൂ. സമ്പാദിക്കുന്ന ഓരോ രൂപയിലും നിങ്ങളുടെ വിയർപ്പും സമയവും ജീവിതവും ഉണ്ടെന്ന് ഓർക്കുക. അത് അനാവശ്യമായി കളയരുത്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ഈ ചെറിയ ജീവിതത്തിനിടയിൽ നമ്മൾ ഓടി നടന്നുണ്ടാക്കുന്നതൊന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ നമ്മളിവിടെ ബാക്കി വെച്ച് പോകുന്ന ചിലതുണ്ട്. നമ്മൾ നൽകിയ സ്നേഹം, നമ്മൾ പകർന്നു നൽകിയ അറിവ്, നമ്മൾ വളർത്തിയെടുത്ത സംസ്കാരം. അതാണ് യഥാർത്ഥ സമ്പത്ത്. അതൊരിക്കലും നശിക്കില്ല. ഒരു മരം നടുമ്പോൾ നമ്മൾ അതിൻ്റെ തണൽ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കാം. പക്ഷേ വരും തലമുറ ആ തണലിലിരിക്കും. ആ തണലിലിരുന്ന് നിങ്ങളെ ഓർക്കും. അതാണ് മൈൻഡ് ഓവർ മണി. പണത്തിന് മുകളിൽ മനസ്സ് വയ്ക്കുക. മനസ്സ് രാജാവാകട്ടെ. ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി. ഈ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വെളിച്ചം കൊളുത്തിയെങ്കിൽ, ഒരു നിമിഷം ചിന്തിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ ഈ ശ്രമം സഫലമായി. ഇതുപോലുള്ള മനസ്സിനെയും ജീവിതത്തെയും തൊടുന്ന കൂടുതൽ ചിന്തകൾക്കായി നമുക്ക് വീണ്ടും കാണാം. ഈ അറിവുകൾ, ഈ തിരിച്ചറിവുകൾ മറ്റൊരാൾക്ക് കൂടി ഉപകരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായി പങ്കുവയ്ക്കുക. കാരണം അറിവ് പങ്കുവയ്ക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത്, ധനത്തേക്കാൾ വേഗത്തിൽ. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒരല്പസമയം സ്വന്തം മനസ്സിനും ഭാവിക്കും വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറുള്ള പ്രപഞ്ചമെന്നിലേക്ക് കൊണ്ടുവന്നെത്തിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. നന്മകൾ നേരുന്നു. പ്രപഞ്ച ശക്തിക്ക് നന്ദി.